അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ തർക്കങ്ങളിൽ ആദ്യമായി മമ്മൂട്ടി പ്രതികരിച്ചു. ഡൽഹിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. സംഘടനയിലെ പ്രശ്നങ്ങൾ ചെറിയ കാര്യങ്ങളാണ്, എല്ലാം ശരിയാകുമെന്നും നമുക്കെല്ലാം കാത്തിരുന്ന് കാണാമെന്നും മമ്മൂട്ടി 24-നോട് ഡൽഹിയിൽ പറഞ്ഞു. നടക്കട്ടെ, തീരുമാനം ആവിക്കോളൂ, കുഴപ്പമില്ല. എല്ലാം കാത്തിരുന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ലല്ലോ. ശരിയാവണമല്ലോ, ശരിയായിക്കോളൂ. ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങാനായിരുന്നു മമ്മൂട്ടി ഡൽഹിയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മമ്മൂട്ടിയുടെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സന്തോഷം, രണ്ട് സന്തോഷം പറഞ്ഞു പോരെ. എന്ത് ആകാംക്ഷ നേരത്തെ അനൗൺസ് ചെയ്തതല്ലേ, എന്ത് ആകാംക്ഷ ഞാൻ പോകുന്ന കണ്ടതല്ലേ. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അത് പിന്നെ പ്രധാനമന്ത്രി അടുത്ത് കണ്ടപ്പോൾ നമ്മൾ കാണാൻ വരുമ്പോൾ കണ്ടു. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മമ്മൂട്ടി വളരെ ഹാപ്പി ആയിട്ട് കാണുന്നു. കാരണം ഇത്തരം വലിയ പുരസ്കാരങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഈ പത്മഭൂഷൺ പോലുള്ള പുരസ്കാരങ്ങളൊക്കെ വളരെ വൈകിയാണ് അദ്ദേഹത്തിനെ തേടിയെത്തിയത്. എന്തായിരുന്നു കാരണം എന്നറിയില്ല. ഇത്രയും വലിയൊരു മഹാനടൻ അംഗീകരിക്കപ്പെടാൻ താമസം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. എന്തായാലും ഇത് ഇത്തവണയെങ്കിലും അദ്ദേഹത്തിന് ലഭിച്ചല്ലോ എന്ന് സന്തോഷിക്കാം. ഇത് കിട്ടാതെ പോയ ഒരുപാട് ആൾക്കാർ സംസ്ഥാനത്തുണ്ടല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രിയെ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പമായിരുന്നു അദ്ദേഹം കണ്ടത്. ദുൽഖർ സൽമാനും ഒക്കെ ഉണ്ടായിരുന്നു. ദുൽഖർ സൽമാനെ അദ്ദേഹം അണച്ചു നിർത്തിയെന്നും ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവനും അദ്ദേഹത്തിനെ കണ്ടു. ഒരു കാരണവരെ പോലെ അവരെയൊക്കെ പ്രധാനമന്ത്രി സ്വീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനീത, മമ്മൂട്ടിയെ അടിമുടി ഹാപ്പി ആയിരുന്നു എന്നുള്ളത് നമുക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. തീർച്ചയായും എസ് കെ, മമ്മൂട്ടി വലിയ ഹാപ്പിയിലാണ്, വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം. ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും ഉണ്ട്. എസ് കെ സൂചിപ്പിച്ചതുപോലെ ദുൽഖർ സൽമാനും ഒപ്പം മമ്മൂട്ടിയുടെ കുടുംബവും ഒക്കെ ഒന്നിച്ചാണ് അവർ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പുരസ്കാരദാനം ഇന്നലെ അത് ഏറ്റുവാങ്ങിയതിനു ശേഷം, ആ ചടങ്ങിന് ശേഷം ഇന്ന് അദ്ദേഹം രാവിലെ ഹോട്ടലിൽ നിന്ന് തിരികെ ഡൽഹിയിൽ നിന്ന് തിരികെ അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മളുമായി സംസാരിച്ചത്. അദ്ദേഹം വലിയ സന്തോഷത്തിൽ തന്നെയാണ്, ഇരട്ടി സന്തോഷമെന്നാണ് അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ ഇനി മറ്റ് സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കുകളുണ്ട്. ധനുഷിനൊപ്പമുള്ള ഒരു ചിത്രത്തിലാണ് ഇനി അഭിനയിക്കുന്നത്. അതിനുവേണ്ടി താൻ തിരികെ ചെന്നൈയിലേക്ക് പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊപ്പം കുടുംബവും പ്രധാനമന്ത്രിയെ കണ്ടു. എസ് കെ സൂചിപ്പിച്ചതുപോലെ ആ ഫോട്ടോയിലൊക്കെ ദുൽഖറിനെ ചേർത്ത് നിർത്തുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടതൊപ്പം ഈ അമ്മ വിവാദവുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി മമ്മൂട്ടിയുടെ ആദ്യ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ വിഷയത്തിൽ മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നിമിഷം എന്താകും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാത്തിരുന്നു കാണാം, ഒരു കുഴപ്പവുമില്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഒപ്പം ദുൽഖറുമായും നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പക്ഷേ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. താനും വലിയ സന്തോഷത്തിലാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തി കുടുംബസമേതം ഡൽഹിയിലെത്തിയതാണ് അവർ. പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം ഇന്ന് ഇരുവരും തിരികെ ചെന്നൈയിലേക്ക് തിരിക്കും. ആദ്യം മമ്മൂട്ടിയാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് തിരിച്ചിരിക്കുന്നത്. 11 മണിക്കാണ് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ ദുൽഖർ സൽമാനും ചെന്നൈയിലേക്ക് തിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും അവർ വലിയ സന്തോഷത്തിലാണ്. ഈ അമ്മ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം, ആദ്യ പ്രതികരണം കൂടിയാണ് നമുക്ക് മമ്മൂട്ടിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ മമ്മൂട്ടി പറയുന്നത് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്നു കാണാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എസ് കെ, എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഇത്തരമൊരു പുരസ്കാരം ലഭിച്ച് നമുക്കെല്ലാം സന്തോഷമുണ്ട്. കുറച്ച് വൈകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യം ഇതിനകം തന്നെ ലഭിക്കാമായിരുന്നു. കാര്യം ഡോക്ടർ BR അംബേദ്കർ പോലെയുള്ള എത്രയോ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ സിനിമകൾ ചെയ്ത മഹാനടനാണ് മമ്മൂട്ടി. അദ്ദേഹത്തിനെ പത്മഭൂഷൺ നൽകി ആദരിക്കാനൊക്കെ നമുക്ക് നേരത്തെ അവസരമാകാമായിരുന്നു. പക്ഷേ ലേറ്റായാലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷവും അഭിമാനവും എല്ലാ മലയാളികൾക്കുണ്ട്. മമ്മൂക്ക, ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.